നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മയോർക്കയ്ക്കെതിരെ FC ബാഴ്സലോണ 3-0 വിജയിച്ച് കയറുമ്പോൾ അവസാന ഗോള് ലാമിൻ യമാലിൻ്റെ വകയായിരുന്നു. അതൊരു കിടിലൻ ഗോളായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. മനോഹരമായൊരു നീക്കത്തിലാണ് അദ്ദേഹം ഗോൾ അടിക്കുന്നത്. പെനാൽറ്റി ബോക്സിൽ ബോൾ ലഭിക്കുമ്പോൾ അതിൻ്റെ എഡ്ജിൽ ബോൾ ലഭിക്കുമ്പോൾ നിറയെ ഡിഫൻഡർമാരുണ്ട്. എന്നിട്ട് വളരെ കാമായിട്ട് മൂവ് ചെയ്തിട്ടാണ് കിടിലൻ ഷോട്ട് അദ്ദേഹം ഉതിർത്ത് വലയിലേക്ക് അത് എത്തിക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായ ഷോട്ടുമായിരുന്നു. പക്ഷെ അതിന് തൊട്ടു മുമ്പ് നടന്ന സംഭവങ്ങൾ ലാമിൻ യമാലുമായിട്ട് മയോർക്കയുടെ ഒരു താരം കോർക്കുന്നു. അത് ആദ്യം ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സോ അപ്പോഴേക്കും താരങ്ങൾ ഇടപെട്ട് അത് മാറ്റുന്നു. പിന്നാലെ പിന്നാലെ ലാമിൻ യമാലിൻ്റെ കിടിലൻ ഗോളാണ് വരുന്നത്. അപ്പം ഈ വിഷയത്തിൽ ആംഗെ ലിട്രിയാഗ പറയുന്നത് ശ്രദ്ധിക്കുക. മേക്കിംഗ് മെസ്സി മാഡ് വാസ് വെരി ബാഡ് ഐഡിയ. മേക്കിംഗ് ലാമിൻ യമാൽ മാഡ് ഈസ് വെരി ബാഡ് ഐഡിയ. മെസ്സിയെ ചൊറിയുക എന്നുള്ളത് എതിരാളികൾക്ക് അതൊരു ബാഡ് ഐഡിയ ആയിരുന്നു പണ്ട്. ഇപ്പോൾ ലാവിനെ ചൊറിയുക എന്നുള്ളതും ബാഡ് ഐഡിയ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് കളിക്കളത്തിൽ കാണുന്നത്. സ്റ്റോറി ഓഫ് ദി നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവങ്ങൾ എടുത്ത് ഇപ്പോൾ പലരും പോസ്റ്റ് ഇടുന്നു. ലാമിൻ യമാലുമായിട്ട് മയോർക്കയുടെ താരം കോർക്കുന്നു. പിന്നാലെ ലാമിൻ യമാലിൻ്റെ കിടിലൻ ഗോൾ, അവൻ്റെ ഗോൾ സെലിബ്രേഷനും വരുന്നു. സോ ഇങ്ങനെയാണ് ചില താരങ്ങൾ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളിൽ നിന്ന് വലിയ എനർജി അവർ വലിച്ചെടുക്കും. കളിക്കളത്തിൽ ആ ഒരു പെർഫോമൻസ് കാണിക്കുകയും ചെയ്യും. എന്തായാലും ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം പുതിയ സീസണിലും ലാമിൻ യമാൽ നടത്തിയിരിക്കുകയാണ്. 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ബാഴ്സക്കായിട്ട് ഇതാ അവൻ ആദ്യത്തെ ഒഫീഷ്യൽ മത്സരം കളിച്ചിരിക്കുന്നു. അതിൽ തന്നെ കിടിലൻ ഗോളും അസിസ്റ്റുമാണ്. ഇനിയും ഒരുപാട് വരാനിരിക്കുന്നു എന്ന സൂചന എവിടെയുണ്ട്. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.